കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സാബു സാറിന്റെ ദിവസം നമസ്കാരം. ഇന്നൊരു പുതിയ കഥയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അത് നോഹയുടെ കഥയാണ്. നോഹ ഒരു വലിയ കപ്പലുണ്ടാക്കി. കപ്പലിൽ കൂടി ഒരു ജലപ്രളയം വന്നു. ജലപ്രളയത്തിൽ കപ്പലിൽ കൂടി കുറച്ചുപേർ രക്ഷപ്പെട്ടു, കുറച്ച് ജീവജാലങ്ങൾ രക്ഷപ്പെട്ടു. ആ കഥയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യർ പെരുകി. ആദാമിന് മക്കളുണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഇങ്ങനെ പെരുകി. കായീന് മക്കളുണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഇങ്ങനെ പെരുകി കഴിഞ്ഞപ്പോൾ അവർ പാപം ചെയ്തു. എന്താ പാപം ചെയ്ത്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 5, 6, 7, 8, 9 അധ്യായങ്ങളിലാണ് ഈ കഥ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതിൽ 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നു, അവർ ദൈവത്തോട് പാപം ചെയ്തു. എന്തായിരുന്നു പാപം എന്നറിയാമോ? ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുത്ത് നിന്ന് അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. മനസ്സിലായില്ലേ? ഈ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും ആരെന്ന് പിന്നീട് ഒരു സമയത്ത് ഞാനൊരു കഥയിൽ പറയാം. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം വായിച്ച് നമുക്ക് മനസ്സിലാകും. ആദാമിന്റെ വംശപാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ ആദാം ശേത്തിനെ ജനിപ്പിച്ചു. ശേത്ത് യേശോനെ ജനിപ്പിച്ചു, ഏനോദിനെ ജനിപ്പിച്ചു. അങ്ങനെയാണ് വംശപാരമ്പര്യം പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് 2 പേരുണ്ടായിരുന്നു. ആരാന്നറിയാമോ? കായീനും ഹാബേലും. ആദാമിന്റെ ആദ്യ മക്കൾ. ഹാബേലിനെ കായീൻ കൊന്നുകളഞ്ഞു. ഇല്ലേ? ദൈവം കായീനെ ഭൂമിയിൽ നിന്ന് അവൻ ചെയ്യുന്നത് ആട്ടിക്കളഞ്ഞു എന്നാ പറയുന്നത്. ശപിച്ചാട്ടിക്കളഞ്ഞു. തെറ്റ് ചെയ്ത കാരണത്താൽ. ഒരു പക്ഷേ ഈ കായീന്റെ മക്കളായിരുന്നിരിക്കാം മനുഷ്യരുടെ മക്കൾ എന്ന് ഇവിടെ പറയുന്നു. മനസ്സിലായില്ല പറഞ്ഞു? ഈ ശപിച്ചുവിട്ട കായീന്റെ മക്കളുമായിട്ട് ഈ ദൈവത്തിന്റെ പുത്രന്മാർ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അത് കാരണത്താൽ ദൈവത്തിന് അത് മനുഷ്യരോട് വളരെ ദേഷ്യമുണ്ടായി, വളരെ അനിഷ്ടമുണ്ടായി. ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയാൽ അനുതപിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. വളരെ ദുഃഖിച്ചു. കാരണം അവരുടെ മനോഗുണം, ഒരു ജനനം മുതൽ തന്നെ അവരുടെ മനോഗുണം ദോഷമുള്ളതാണ്. ബൈബിൾ ദൈവം പറയുന്നു, ഞാനല്ല പറയുന്നത്, ദൈവം പറയുന്നു. ആയതിനാൽ ദൈവം സകല ജഡത്തെയും, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെ, സകല മനുഷ്യരെയും നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതാണ് നോഹയോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞതിന് ഉള്ള കാരണം. തീരുമാനിച്ചു. ആ സമയത്തെ നീതിമാനും നിഷ്കളങ്കനുമായ മനുഷ്യനായിരുന്നു നോഹ എന്നാണ് ബൈബിൾ പറയുന്നത്. ഈ നോഹയുടെ അടുത്ത് ദൈവം വന്നിട്ട് പറഞ്ഞു, നോഹേ, നീ ഒരു വലിയ കപ്പലുണ്ടാകും. അതിന്റെ നീളം 300 മുഴം. 300 മുഴം എന്ന് പറഞ്ഞാൽ 300 മീറ്ററോളം. 300 മീറ്ററോളം നീളം ഉണ്ടായിരിക്കണം. 50 മീറ്ററോളം അതിന് വീതി ഉണ്ടായിരിക്കണം. 30 മീറ്റർ അതിന് ഹൈറ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ല പറഞ്ഞ? 30 മീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതിന്റെ 3 തട്ടുകളായിട്ട് അതിനെ ഉണ്ടാക്കണം. അതിന്റെ മേലിനൊരു കിളിവാതിൽ വേണം. സൈഡിലെ ജീവജാലങ്ങൾക്ക് കയറിപ്പോകാനും വരാനും ഇറങ്ങാനും വേണ്ടി ഒരു വാതിൽ വേണം, വലിയ വാതിൽ വേണം. ആനയൊക്കെ കയറി പോകണമെങ്കിൽ വലിയ വാതിൽ വേണം, വലിയൊരു വാതിൽ വേണം എന്നൊക്കെ പറഞ്ഞു. മോശ അതിൻ പ്രകാരം കപ്പലുണ്ടാക്കി. ഈ കപ്പൽ ഉണ്ടാക്കുന്ന സമയത്തൊരു സംഭവം നടന്നു. ഈ ദുഷ്ടന്മാരായ ജനങ്ങളെ, ഈ നോഹ കപ്പലുണ്ടാക്കുന്ന അടുത്ത് താമസിക്കുന്ന പല ജനങ്ങളും ചെന്നിട്ട് നോഹയോട് ചോദിച്ചു, നോഹ, നീ ഇത്രയും വലിയ കപ്പല് എന്തിനു വേണ്ടി ഉണ്ടാകും? അപ്പൊ നോഹ പറഞ്ഞു, ദൈവം ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കി സകല ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ജനം വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു, തെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സകല ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു.
അപ്പം അവർ മോശയെ കളിയാക്കി, അവർ നോഹയെ കളിയാക്കി. നോഹയോട് പറഞ്ഞു, നോഹെ നീ എന്ത് വട്ടായി പറയുന്നു? തോട്ടി വെള്ളം വന്നു കഴിഞ്ഞാൽ ഞാൻ കരയ്ക്ക് നിൽക്കും, കരയ്ക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ഞാൻ വീടിന്റെ മുറ്റത്ത് നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡിന്റെ താഴെ വശത്തെ കരയിരിക്കും, വീടിന്റെ താഴെ വശത്തെ കരയിരിക്കും. ആ കരയ്ക്ക് അയ്യൊക്കെ അയ്യത്തി വെള്ളം വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് നിൽക്കും. മുറ്റത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ പെരയ്ക്കകത്ത് കയറിയിരിക്കും. പെരയ്ക്കകത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറും. ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിൽ കയറും. സെക്കൻഡ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നീന്തി മരത്തിൽ കയറിയിരിക്കും. മരത്തേലും വെള്ളം വന്നു കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ നീന്തി ഏതെങ്കിലും പൊക്കമുള്ള മലയുടെ മണ്ടയിൽ പോയിരിക്കും. ഇത്രയും വെള്ളം ദൈവത്തിന് എവിടെ നിന്ന് വരുത്താൻ സാധിക്കും? മനസ്സിലായില്ലേ? എല്ലാവരും നോഹയെ കളിയാക്കിയിട്ട് നോഹ തന്റെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ, പണ്ട് കാലത്തുള്ള ജീവിച്ചിരുന്നവർക്ക് 900, 800, 700, 900, 1000 വർഷമൊക്കെ, 960 വർഷം വരെ ജീവിച്ചിരുന്നവരെ പറ്റി ബൈബിൾ പറയുന്നു. മനസ്സിലായില്ലേ? അപ്പം 600-ാം വയസ്സിൽ നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ ഈ ജലപ്രളയം ഉണ്ടായിരുന്നു. ഈ കപ്പലെല്ലാം ഉണ്ടാക്കി അതിന് നല്ലപോലെ കീലൊക്കെ തേച്ചു വൃത്തിയാക്കി ഭംഗിയാക്കി തട്ടുകളെല്ലാം ഉണ്ടാക്കി വെള്ളം കയറാത്ത രീതിയിലെല്ലാം സെറ്റപ്പ് ചെയ്ത് വാതിലുണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ദൈവം നോഹയോട് പറഞ്ഞു, നോഹേ, ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞ് ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കാൻ മഴ പെയ്യാൻ തുടങ്ങും. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്യും. ആയതിനാൽ നീ സകല ജഡത്തിൽ നിന്നും, സകല ജീവജാലങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള ജീവജാലങ്ങൾ, ശുദ്ധിയുള്ള ശുദ്ധിയില്ലാത്ത ജീവജാലങ്ങൾ അത് പിന്നീട് ഒരിക്കൽ കഥ പറയും. ശുദ്ധിയുള്ള ജീവജാലങ്ങളിൽ നിന്ന് 7 ആണും പെണ്ണുമായി 7 വീതവും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2 വീതവും, സകല പറവജാതികളിൽ നിന്ന് ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളിൽ പറവജാതിയിൽ നിന്നും നീ ജീവച്ഛാസമുള്ള സകല ജഡത്തിൽ നിന്നുള്ളതിനെ നീ ഈ കപ്പലിൽ കയറ്റും. ദൈവം പറഞ്ഞതനുസരിച്ച് മൃഗങ്ങൾ, എല്ലാ മൃഗവുമില്ല, ദൈവം പറഞ്ഞിട്ടുള്ള മൃഗങ്ങൾ ലൈനായിട്ട് വന്ന് കപ്പലിൽ കയറാൻ തുടങ്ങി. കപ്പലിൽ കയറി നോഹയും നോഹയുടെ ഭാര്യയും 3 പുത്രന്മാരും ഷേം, ഹാം, യാഫേത്ത് 3 മക്കളുണ്ടായിരുന്നു. അവരുടെ ഭാര്യമാരും ഈ പെട്ടകത്തിനകത്തേക്ക് കയറി. ദൈവം ഈ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. കാരണമേ ഇല്ല, മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇല്ല അവരൊക്കെ ഇത് ചാടി വന്ന് കയറും. ആരൊക്കെയാ? ഇല്ല കളിയാക്കിയിട്ട് പോയ മനുഷ്യരും അവരൊക്കെ ഒന്ന് ചാടി കയറും. അതുകൊണ്ട് ദൈവം വെളിയിൽ നിന്ന് വാതിലടച്ച് സീൽ ചെയ്ത് വെള്ളം കയറാത്ത രീതിയിൽ നല്ലപോലെ സീൽ ചെയ്ത് പക്കയാക്കി. 600-ാം മാസം 1-ാം മാസം 1-ാം തീയതി മഴ പെയ്യാൻ തുടങ്ങി. 600-ാം മാസം നോഹയുടെ വയസ്സിന്റെ കാലമാണ്. മഴ പെയ്യാൻ തുടങ്ങി. 40 രാവും 40 പകലും നിൽക്കാതെ മഴ പെയ്യാൻ ഇല്ലേ? തൂട്ടി വെള്ളം കണ്ട കരയിൽ ചാടി കയറും എന്ന് പറഞ്ഞവരൊക്കെ ഇല്ലേ? കരയിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ, അയ്യത്ത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെരയ്ക്കകത്ത് കയറും, പെരയ്ക്കകത്ത് മുറ്റത്ത് നിൽക്കും, മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പെരയ്ക്കകത്ത് കയറുമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ. എല്ലാവേ വെള്ളം പൊങ്ങി 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 വന്നപ്പോഴേ എല്ലാം വെള്ളം കുടിച്ച് മരിച്ചു. ദൈവം ഒരു കാര്യം കൂടെ ചെയ്തു. ചില വിദ്വാൻമാരില്ലാത്തത്, ഇവർക്ക് ഏറ്റവും ഉയരമുള്ള മലയില്ലേ, പർവ്വതമില്ലേ, പർവ്വതത്തിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് രക്ഷപ്പെടാൻ പോകും. മനസ്സിലായില്ലോ പറഞ്ഞു. ആയതിനാൽ ദൈവം ഏറ്റവും ഉയരമുള്ള മലയുടെ മുകളിൽ നിന്ന് 15 മീറ്റർ 15 മുഴം ഉയരം വരെ വെള്ളം വരും. കാരണം പറയാൻ പറ്റൂ, ഏതെങ്കിലും ഒരു മരക്കാൽ അവിടെ മരവിടെ, ഈ മലയുടെ ഏറ്റവും മേളില് ഒരു മരം നിന്നിട്ട് ആ മരത്തിന്റെ അങ്ങ് മണ്ടയ്ക്ക് പോയി ആരെങ്കിലും തിന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടരുത്. അതുകൊണ്ട് ദൈവം അതിന്റെ മുകളിൽ വെള്ളം വരും. കാരണം പാപം ചെയ്ത മനുഷ്യരെ എല്ലാം ദൈവം വെള്ളം കുടിപ്പിച്ചു കൊന്നു.
ഈ മൂക്കിൽ ബൈബിൾ പറയുന്നത് മൂക്കിൽ ജീവശ്വാസമുള്ള ഒറ്റ ഒരെണ്ണവും രക്ഷപ്പെട്ടു. എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. ഭൂമിയിൽ ഇങ്ങനെ 40 ദിവസവും മഴ പെയ്തതിന് ശേഷം വെള്ളം എല്ലാം മരിച്ചു കഴിഞ്ഞ ശേഷം 150 ദിവസം കൂടി വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞൊരു കിഴക്കൻ കാറ്റടിപ്പിച്ചു, സൂര്യൻ വന്നു, കിഴക്കൻ കാറ്റടിപ്പിച്ചു, വെള്ളം താഴാൻ തുടങ്ങി. പറയുന്നത് 7-ാം മാസം 1-ാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് തുടങ്ങി അതിന് 7 മാസം കഴിഞ്ഞ് 7-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ നിന്ന് വെള്ളം താഴാൻ തുടങ്ങിയതിന് ശേഷം അത് 10-ാം തീയതി ആയപ്പോഴത്തേക്ക് 7-ാം മാസം 10-ാം പർവ്വതത്തിന്റെ ആരാരാത്ത് എന്ന പർവ്വതത്തിൽ ഈ കപ്പൽ പോയി നിന്നു. ഇവിടെ കപ്പൽ പോയിട്ട് എന്റെ മൂടിടിച്ച് അവിടെ നിന്ന് പർവ്വതത്തിന്റെ മുകളിൽ ഈ ഒഴുകി കിടക്കി ഒരു പർവ്വതത്തിന് മുകളിൽ നിന്നു. വീണ്ടും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ നോഹ ഒരു മലങ്കാക്ക, ഈ വെള്ളത്തിലും കരയിലൊക്കെ ചെയ്യും, മലങ്കാക്ക വിട്ടു. അതിങ്ങനെ പോയി വന്നും ഒക്കെ നിന്നു. കുറച്ചാളൂടെ കഴിഞ്ഞപ്പോൾ ഒരു പ്രാവിനെ വിട്ടു. അത് കാൽ വെപ്പാൻ സ്ഥലമില്ലാതെ, ഭൂമിയിൽ കാൽ വെപ്പാൻ സ്ഥലമില്ലാതെ തിരിച്ചു വന്നു. വീണ്ടും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പം വീണ്ടും ഈ പ്രാവിനെ വിട്ടു. അത് ചുണ്ടിലൊരു ഇലയുമായിട്ട് വന്നു. മനസ്സിലായില്ലേ? അത് പിന്നെ പിന്നീട് വിട്ടപ്പോൾ തിരിച്ചു വന്നില്ല. അങ്ങനെ ഭൂമിയിൽ വെള്ളം. നോഹയ്ക്ക് 601 വയസ്സുള്ളപ്പോൾ 1-ാം മാസം ഈ കപ്പലിന്റെ വാതിൽ തുറന്ന് സകല ജഡവും, എവിടെ സകല ജഡം എന്ന് പറഞ്ഞ ഏതാ? ഈ കപ്പലിലുണ്ടായിരുന്ന നോഹയും ഭാര്യയും അവരുടെ 3 പുത്രന്മാരും 3 മരുമക്കളും, മനസ്സിലല്ലേ? പുത്രന്മാരുടെ ഭാര്യമാരും ഈ ജീവജാലങ്ങൾ സകലവും പുറത്തു വന്നതിന് ശേഷം നോഹ ഒരു ബലിപീഠമുണ്ടാക്കി. ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളിൽ നിന്നും പറവയാദികളിൽ നിന്നും ചിലതെടുത്ത് യഹോവയ്ക്ക് ഒരു ബലിയർപ്പിക്കും, ഒരു ഹോമയാകും, ഒരു ബലിയർപ്പിക്കും. ഈ സൗരഭ്യവാസന ദൈവം മണത്തിട്ട് ദൈവം തന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇനിമേൽ ഒരിക്കലും ഞാൻ ഭൂമിയെ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല. മനുഷ്യനും മൃഗവും ദൈവവുമായിട്ട് അവിടെ ഒരു ഉടമ്പടി, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്താണെന്നറിയാം എഗ്രിമെന്റ്? ഇനിമേൽ വെള്ളത്താൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വില്ല് ആകാശത്ത് കാണിക്കും. മഴവില്ല് ആകാശത്ത് കാണിക്കും. ചിലർ പറയും മഴവില്ല് വരുന്ന വെള്ളത്തിന്റെ ചില രശ്മികളിൽ പ്രതിഭാസങ്ങളൊക്കെ അടിച്ചെന്നാണെന്ന് പറയുന്നത്. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ. ഞാൻ എൻ്റെ മഴവില്ല് ആകാശത്ത് കാണിക്കും. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ ദൈവം ഭൂമിയെ വെള്ളത്താൽ നശിപ്പിച്ച കാര്യം ഓർക്കണം. ഓർത്തിട്ട് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, നിങ്ങളുടെ തെറ്റുകളിൽ നിങ്ങൾ മാറണം. മനസ്സിലായില്ലേ? ദൈവം സകല ജഡത്തെയും അനുഗ്രഹിച്ചു, നോഹയെയും മക്കളെയും അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വർദ്ധിച്ചു പെരുകുകയും. ബൈബിള് പറയുന്നത് നോഹ പിന്നീട് ഈ 601 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 300 വർഷം കൂടി ജീവിച്ചിരുന്നിട്ടാണ് മരിച്ചതെന്നുള്ളത്. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ജനിപ്പിച്ചു കണ്ടിട്ടുമൊക്കെയാണ് നോഹ മരിച്ചതെന്നുള്ളത്. എൻ്റെ കഥയുടെ അവസാനിക്കുകയാണ്. നമ്മൾ കേട്ട കാര്യം സംക്ഷിപ്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഭൂമിയെ ദൈവം നശിപ്പിക്കാൻ, മഹാമാരിയാൽ വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കാൻ തീരുമാനിച്ചതിന് എന്തായിരുന്നു കാരണം? മനുഷ്യന്റെ ദുഷ്ടതയായിരുന്നു കാരണം. അവർ ദൈവത്തെ മറന്ന്, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു. മക്കളെ,
നിങ്ങൾ ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിപ്പാൻ സംഗതിയാണ്. എവിടെ പോയാലും, സ്കൂളിൽ പോയാലും, കോളേജിൽ പോയാലും, എന്തെങ്കിലും ജോലിക്ക് പോയാലും, എപ്പോഴും ദൈവത്തെ ഓർമ്മിച്ച് ജീവിപ്പാൻ, ദൈവത്തിന് അനുസരണമായിട്ട് ജീവിപ്പാൻ നമുക്ക് സംഗതിയാണ്. പോകുന്ന വഴിക്കൊക്കെ ഒന്ന് കുരിശ് വരച്ചിട്ട് വെളിയിലോട്ടൊക്കെ ഒന്ന് പോകണം. യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, എണീക്കുമ്പോൾ, ആഹാരത്തിന് മുന്നിൽ ഒക്കെ ഒന്ന് ദൈവത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കും. രണ്ടാമത് നോഹ തൻ്റെ ആ കാലത്ത് നീതിമാനും നിഷ്കളങ്കനുമായി കാണപ്പെട്ടു എന്നാണ് ദൈവം പറയുന്നത്. നീതിമാനും നിഷ്കളങ്കനും, ഒരു കളങ്കം പോലും ഇല്ലാത്ത മനുഷ്യനായിട്ടാണ് കാണപ്പെട്ടതെന്ന് ദൈവം പറയുന്നത്. അങ്ങനെ നോഹയെ പോലെ നിഷ്കളങ്കരായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില കളങ്കമൊക്കെ വരും. പക്ഷേ അങ്ങനെ പോലും കളങ്കം വരാതെ ജീവിപ്പാൻ നമ്മൾക്ക് സംഗതിയാണ്. നിങ്ങൾക്ക് സംഗതിയാണ്. ശരി. മൂന്നാമത്, നോഹ പെട്ടകത്തിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ, ഭൂമിയിൽ വന്നപ്പോൾ കാൽ വെച്ച് എല്ലാവരും സൗഖ്യത്തോടെ ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നോഹ എന്താ ചെയ്തത്? ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ചിലതെടുത്ത് ദൈവത്തിന് ബലിയർപ്പിച്ചു, നന്ദി കരയറ്റി. എന്തിനാ നന്ദി കരയറ്റി? ഞങ്ങളെ ഈ മഹാപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചത്, സുഖത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ രക്ഷിച്ചതിനാൽ നന്ദി കരയറ്റി. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത് തന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും പറ്റി ധ്യാനിച്ച് നന്ദി കരയറ്റി, ഓർമ്മിച്ച് നന്ദി കരയറ്റി. മനസ്സിലായി പറഞ്ഞു? നന്ദി കരയിക്കുമ്പോൾ ദൈവം എന്താണ് പിന്നീട് നോഹയ്ക്ക് കിട്ടിയത്? നോഹയെ അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ നന്ദി കരയേറ്റുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പോകുന്ന വഴിയിൽ, ജീവിക്കുന്ന പാതയിൽ, ചെല്ലുന്ന സ്ഥലത്തെല്ലാം നമ്മളെ അനുഗ്രഹിക്കും. വീണ്ടും ഒരു കഥയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുമ്പോഴും നന്ദി, നമസ്കാരം.